പ്രിയപ്പെട്ട ബിനീഷ് ഒരു ഡയലോഗ് പറയുന്നത്. പിള്ളേര് പിച്ച വെച്ച് തുടങ്ങുമ്പോഴേക്കും പണിയും കഴിഞ്ഞ് പിച്ചാത്തി വെച്ചാൽ കോക്കാൻ കത്തി കുത്തിയേക്കാലത്തെ പള്ളയുണ്ടടാ. പിള്ളേര് പണിയും കഴിഞ്ഞ് പിച്ചാത്തി വെച്ചാൽ കോക്കാൻ ബിനീഷ് കുത്തിയേക്കാലത്തെ പള്ളയുണ്ടടാ. പിള്ളേര് പിച്ച വെച്ച് നടക്കുന്ന സമയത്ത് പിച്ചാത്തിയും കൊണ്ട് പണിയുന്നവനാണ് ഈ ബിജിക്കുട്ടൻ അല്ലേ? പിള്ളേര് പിച്ച വെച്ച് തുടങ്ങുമ്പോഴേക്കും പണിയെ കൊടുത്ത് മടങ്ങിയവനാണ്. ആ പണി കഴിഞ്ഞ് പിച്ചാത്തി പള്ളയെ വെച്ചാണ് ഈ കോക്കാൻ. നമ്മൾ കോമഡി പറയുമ്പോ നിങ്ങൾ സീരിയസ് ആയിട്ട് പറയണം. നിങ്ങൾ സീരിയസ് പറയുമ്പോ നമ്മൾ കോമഡി വരണം. ഇതുപോലെ ഇനി നേരെ ഇവിടുന്ന് ഉള്ള നമ്മുടെ പിള്ളേരുടെ ഞാൻ സിനിമയിൽ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, മറ്റേ ചോട്ടാ മുമ്പേല് 2 ഇതുള്ളൂ പോർഷനുള്ളൂ. അത് ഇവൻ വേരു ചേട്ടൻ ഒന്ന് സീരിയസ്ലി പറഞ്ഞു. കാരണം നമ്മൾ ഇതുവരെ കോമഡിയിലാണ് കേട്ടത്. ഈശ്വര പൈപ്പിൽ വെള്ളം തീർന്നു, ഡ്രൈ അടിക്കേണ്ടി വരുമോ? ഈ സാധനം രഘു ചേട്ടൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. കാരണം ഈ സീരിയസ് ആയിട്ട് ഇതാരും പറഞ്ഞിട്ടില്ല. ഈശ്വര പൈപ്പിൽ വെള്ളം തീർന്നു, ഇനി ഡ്രൈ അടിക്കേണ്ടി വരുവാണോ? സീരിയസ്നെസ് അല്ല വേണ്ടത്. അമ്മ മരിച്ചു കിടക്കുമ്പം അതിന്റെ തലയ്ക്കും ഭാഗത്തിരുന്ന് ഈ സാധനം പറയണം. അമ്മ മരിച്ചു കിടക്കുന്നു, പൈപ്പിൽ വെള്ളം തീർന്നു. പൈപ്പിൽ വെള്ളം തീർന്നപ്പോ ഇനിയിപ്പോ ഞാനെന്താ ചെയ്യണ്ടേ? ഡ്രൈ അടിക്കേണ്ടി വരുമോ? അപ്പൊ ഇനി നമ്മള് ഓണമായി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എവിടെ ചെന്നാലും നമ്മൾ തിരുവാതിര കളി കാണും. അപ്പൊ തിരുവാതിര കളി മത്സരമാണ് 2 ടീമിനെ നമ്മൾ തരാൻ പോകുന്നത്. അതെ, തിരുവാതിര കളി മത്സരമാണ്. പക്ഷേ ഈ തിരുവാതിര കളിയിൽ ഒരു സസ്പെൻസ് ഉണ്ട്. അതെന്താ നമ്മൾ കളിച്ച് വരുമ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പൊ ആദ്യത്തെ അവസരം നമ്മുടെ ഇടി ടീമിന് തന്നെ കൊടുക്കാം. കാര്യം അവര് തിരുവാതിര കളിക്കാൻ റെഡി ആയിട്ടിരിക്കുക. രവിചേട്ടന്റെ അജിതേട്ടനൊക്കെ ആണെങ്കിൽ മൈക്ക് മാറ്റി വെച്ചിട്ട് തിരുവാതിര കളിക്കാൻ സ്റ്റെപ്പ് എടുത്തിരിക്കുകയാണ്. അപ്പൊ റെഡി, ഒരു കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചാൽ തിരുവാതിര കളിക്കാൻ വേണ്ടിയിട്ട് വരും. പാർവതി